അജീഷ് ഇപ്പോൾ തിരുവനന്തപുരം DCPക്കൊപ്പമുണ്ട്. അജീഷ്, ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, അത് വളരെ വേഗം ഒന്ന് അദ്ദേഹത്തോട് ചോദിക്കാമോ? അനുജ, എന്തായാലും ഇപ്പോൾ DCP എന്നോടൊപ്പമുണ്ട്. പ്രധാനപ്പെട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ സംഘത്തിൽ മലയാളികൾ അടക്കമുള്ളവരുണ്ട്. അപ്പോൾ പോലീസ് എന്തൊക്കെ നടപടികളാണ് ഇതുവരെ എടുത്തിട്ടുള്ളത്? പ്രത്യേകിച്ച് ജനങ്ങൾക്ക് എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്? ഇതിൽ മലയാളികളുണ്ട് പറഞ്ഞാൽ രണ്ട് വിധത്തിലാണ് മലയാളികൾ ഇതിൽ ഉൾപ്പെടുന്നത്. വൺ കാറ്റഗറി ഓഫ് മലയാളീസ് പറഞ്ഞാൽ ഓൾറെഡി കംബോഡിയ, ലാവോസ്, വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങളിൽ പോയിട്ട് അവിടെ പോയിട്ട് നേരെ തട്ടിപ്പ് നടത്തുന്ന ആൾക്കാരുണ്ട്. രണ്ടാമത്തെ കാറ്റഗറി പറഞ്ഞാൽ ഇവിടെ അവർക്ക് എയ്ഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സിമ്മ് ഇവിടെ നിന്ന് ബൾക്കായിട്ട് സിമ്മ് എടുത്തിട്ട് അവർക്ക് കൊടുക്കാനും, ഇവിടെ നിന്ന് ചെക്ക് വിഡ്രോൾസോ ATM വിഡ്രോൾസോ ചെയ്തിട്ട് മണി വിഡ്രോ ചെയ്തിട്ട് ക്രിപ്റ്റോയിലേക്ക് മറ്റ് USDT അങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് അയക്കുന്ന ആൾക്കാരും ഉണ്ട്. രണ്ട് വിധത്തിലുള്ള ആൾക്കാരാണ് എയ്ഡ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദോസ് കംബോഡിയ, ലാവോസ്, വിയറ്റ്നാം പോയ ആൾക്കാർ ഇവരെല്ലാം ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടാണ് അബ്രോഡ് കംബോഡിയയിൽ ഒരു ഡേറ്റ എൻട്രി ജോലി ഉണ്ട് പറഞ്ഞിട്ടാണ് മിക്കവാറും അഡ്വർടൈസ്മെൻറ്റ്സ് കിട്ടുന്നത്. അതവർ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഏജൻറ്റ് ബന്ധപ്പെട്ടിട്ട് അവർ വിസ എല്ലാം അവർ തന്നെ അയച്ചു കൊടുക്കും. അവർ അങ്ങോട്ട് പോയിട്ട് കുറച്ച് ആൾക്കാർ ഇഷ്ടപ്പെടില്ല ഈ കാര്യം. റീസെൻ്റ്ലി UNODC ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്, സൈബർ സ്ലേവറി പറഞ്ഞിട്ട്. കുറേ ആൾക്കാർ ഈ ജോലി ചെയ്യാൻ അവർ ഇഷ്ടപ്പെടില്ല. അങ്ങനത്തെ ആൾക്കാരെ അവർ ഫോഴ്സ് ചെയ്തിട്ട് ജയിക്കുന്നുണ്ട്. മറ്റ് കാറ്റഗറി പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, അവർക്ക് നല്ല വരുമാനം കിട്ടുന്നുണ്ട്. അവർ ഈ ജോലി ഇഷ്ടപൂർവ്വം മലയാളികളിലും തട്ടിക്കുന്നുണ്ട്. ഇത്തരം റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ കേരളത്തിലടക്കം പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആളുകളുണ്ടോ? അങ്ങനെ ഇത്തരം സംഘങ്ങൾ എങ്ങനെയെങ്കിലും പോലീസ് സ്പോട്ട് ചെയ്തിട്ടുണ്ടോ? അതെ, ഇതുവരെ കേരളത്തിൽ 8 ഇങ്ങനത്തെ സംഘങ്ങളിന് ഓൾറെഡി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ മെയിൻ റിക്രൂട്ടറായിട്ടുള്ള ആൾക്കാരിന് സൈബർ ഹെഡ് ക്വാർട്ടേഴ്സ് നിന്ന് വിത്ത് ദെയർ ഇൻഫർമേഷൻ നിങ്ങൾ ഓൾറെഡി 8ഓളം സംഘങ്ങളിന് നിങ്ങൾ ഓൾറെഡി ഡിസ്മാൻറ്റിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ് അവർ ചെയ്യേണ്ട ഒരു മുൻകരുതൽ? ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കണം, മിക്കവാറും ഇപ്പോൾ നടക്കുന്ന മേജർ 2 തട്ടിപ്പുകളാണ്. ഒരു ഡിജിറ്റൽ അറസ്റ്റ്, രണ്ടാമത്തത് ട്രേഡിംഗ് ബന്ധപ്പെട്ടിട്ടുള്ള തട്ടിപ്പ്. ഇവർ ചെയ്യുന്ന കുറേ ഒരു ഫ്ലാഗ്സ് നമുക്ക് കാണും. ഇവർ ഫിയർ ക്രിയേറ്റ് ചെയ്യും, ഇൻറ്റിമിഡേഷൻ ചെയ്യും. പക്ഷേ നിങ്ങൾ വളരെ കൂളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്തെങ്കിലും സംശയം വന്നാൽ നമ്മുടെ നമ്പർ 1930 നമ്പറിൽ വിളിക്കണം. ഇത് ഓൺലി സൈബർ ക്രൈം കഴിഞ്ഞിട്ട് മാത്രമല്ല, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കോൾ എനിക്ക് വന്നു, മുംബൈ പോലീസ് പറഞ്ഞിട്ട് ഒരു കോൾ എനിക്ക് വന്നു, അങ്ങനെ പറഞ്ഞിട്ട് വിളിച്ചാൽ അവർ വെരിഫൈ ചെയ്യും. ഈ നമ്പറിൽ നിന്ന് വന്നു പറഞ്ഞാൽ വെരിഫൈ ചെയ്തിട്ട് പറയും അത് തെറ്റായിട്ടുള്ള കോളാണ്. അങ്ങനത്തെ സംവിധാനം കേരളത്തിൽ മൊത്തം, നമ്മുടെ ഇന്ത്യ മൊത്തത്തിൽ ഇങ്ങനത്തെ ഒരു സംവിധാനമുണ്ട്. താങ്ക് യു വെരി മച്ച്. ശരി, അപ്പോൾ DCP ആണ് നമ്മൾ ഡിജിറ്റൽ. താങ്ക് യു.